ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇഫ് ഓൺ ഡിബഞ്ചേഴ്സ് ആർ നോട്ട് ക്യാൻസൽഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ ഓൺ സച്ച് ഡിബഞ്ചേഴ്സ് ഓൾസോ. നമ്മൾ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഡിബഞ്ചർ തന്നെ വാങ്ങിയിട്ട് അത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിബഞ്ചർ എന്ത് ചെയ്തു? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മളത് എന്ത് ചെയ്തില്ല? ക്യാൻസൽ ചെയ്തില്ല. ചെയ്തില്ല എങ്കിൽ ആ സമയത്തുള്ള ഇൻട്രസ്റ്റ്, ഡിബഞ്ചറിന് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതിന് മുമ്പ് നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് ക്യാൻസലായിപ്പോയി. ഇല്ല എങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയാൽ ആ ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അടയ്ക്കണം. ദ കമ്പനി വിൽ പേ ഇൻട്രസ്റ്റ് ഓൺലി ടു ഔട്ട്സൈഡേഴ്സ്. കമ്പനി ഔട്ട്സൈഡേഴ്സിന് മാത്രമേ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുള്ളൂ. കമ്പനി നമ്മൾ തന്നെ തിരിച്ച് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇൻട്രസ്റ്റ് അടക്കേണ്ട ആവശ്യമില്ലല്ലോ. The interest on debentures will be retained by the company and this will be credited to interest on debentures account. അപ്പോൾ നമ്മളെ കമ്പനിയുടെ ഡിബഞ്ചർ നമ്മൾ തന്നെ തിരിച്ച് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഡിബഞ്ചർ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പോകുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് ആൻ ഇൻകം. ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ പോലും അത് നമ്മളെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോവാത്തതുകൊണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ടാവാത്തതുകൊണ്ട് അതൊരു ഇൻകമായി ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മളതിൽ ക്രെഡിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യും. ടു ബാങ്കിൽ എത്രയാണ് പോവുക? ഇൻട്രസ്റ്റ് ടു ഔട്ട്സൈഡേഴ്സ്. ആ വർഷം നമ്മൾ ഔട്ട്സൈഡേഴ്സിനുള്ള ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റൊക്കെ നമ്മൾ പേ ചെയ്യും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, നമ്മളെ കമ്പനിയുടെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യും. When there is no sinking fund, the total interest on debentures is debited to profit or loss and the interest on debentures is credited to statement of profit or loss. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത കേസാണെങ്കിൽ, നമ്മൾ ഇതുവരെ പറഞ്ഞ സിങ്കിങ് ഫണ്ട് മെത്തേഡ് വരെ പഠിച്ചു. സിങ്കിങ് ഫണ്ടിൽ എന്തായിരുന്നു? ഇൻട്രസ്റ്റ്, അതായത് ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളൊരു സെപ്പറേറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ ആ എമൗണ്ട് നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ സിങ്കിങ് ഫണ്ടിൽ പഠിച്ചിട്ടുണ്ട്. ചില കേസസിൽ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യില്ല. ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഓരോ മാസം കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ 6 മന്ത് കൂടുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയാൽ പോലും ആ ഇൻട്രസ്റ്റിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആൻഡ് ക്രെഡിറ്റഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ആ ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. The net debit represents the interest payable to outsiders. However, when there is sinking fund, the interest on debentures is credited to sinking fund account. Sinking fund ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ആയ അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഓൺ 1st April 2019, X Limited had 12% debentures of 100 each. 1000 on debentures at 96 each were purchased by the company in the open market on 30th September 2019. 1st April 2019 എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യാണ്? 10,000 ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാണ്. 1000 ഓൺ ഡിബഞ്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? at 96 വെച്ചിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ ഡിബഞ്ചർ തന്നെ 1000 ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാണ്. ഓൺ 30th September 2019, 30th സെപ്റ്റംബറിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. Debentures interest is payable half yearly on 30th September and 31st March. വർഷത്തിൽ 2 തവണ ആയിട്ട്, അത് ഹാഫ് ഇയർലി ആയിട്ടാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. ദ കമ്പനി ക്യാൻസൽഡ് ഓൾ പർച്ചേസ്ഡ് ഡിബഞ്ചേഴ്സ് ഓൺ 31st March 2020. അങ്ങനെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം 31st March 2020 കമ്പനി ഓൾ ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യുന്നു. ദർ വാസ് ബാലൻസ് ഓഫ് 2,50,000 ഇൻ ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമ്മൾ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ 2,50,000 രൂപ ബാലൻസ് ഉണ്ട്.
അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March എവറി ഇയർ. എല്ലാ വർഷവും മാർച്ചിലാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. നമ്മളോട് ടാക്സ് ഇഗ്നോർ ചെയ്തുകൊണ്ട് ജേണൽ എൻട്രി കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഈ റിഡംഷൻ റിസർവ് പറഞ്ഞിട്ടുള്ളത് റിഡീം ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 2,50,000 ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ 2,50,000 ഈ ഒരു കേസിൽ, ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. റിഡംഷൻ്റെ എൻട്രീസ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആ 2,50,000 എടുത്തിട്ട് റിഡംഷൻ നടത്തേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റിൻ്റെ എൻട്രീസ് എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എൻട്രിയാണ്. നമുക്കറിയാം 10,100 രൂപ വെച്ചിട്ടുള്ള 10,000 ഡിബഞ്ചേഴ്സാണ്. അപ്പോൾ 10,000 ഇൻറ്റു 100 10 lakh. അതിൻ്റെ 12% 12% ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ 12% ഇൻട്രസ്റ്റ്. ദെൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 6 മാസം കൂടുമ്പോഴാണ്, അതായത് ഏപ്രിലിൽ തുടങ്ങിയ കമ്പനി ഇനി സെപ്റ്റംബർ 30ക്കാണ് ഫസ്റ്റ് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്. 6/12 6 മാസത്തിന് ഇൻട്രസ്റ്റ് കാണുമ്പോൾ 60,000 റുപ്പീസാണ് നമുക്ക് ഫസ്റ്റ് ജേണൽ എൻട്രിയിലെ ഇൻട്രസ്റ്റ് കിട്ടുക. എന്നാലും അത് കഴിഞ്ഞ് സെപ്റ്റംബർ 30ക്ക് നമ്മൾ ആദ്യം 10,000-നുള്ള ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് കാണിക്കണം. ഇനി നമ്മൾ 1,000 ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് നടത്തുകയാണ് പറഞ്ഞു അറ്റ് 96 വെച്ചിട്ട്. ആ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് നടത്തുന്ന ഒരു എൻട്രിയാണ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓൺ ഡിബഞ്ചേഴ്സ് 1,000 ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ 1,000 ഇൻറ്റു എത്ര വെച്ചിട്ടാണ്? 96 വെച്ചിട്ടാണ്. 1,000 ഇൻറ്റു 96,000 ആണ് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷ്. ദെൻ സെപ്റ്റംബർ കഴിഞ്ഞു. ഇനി മാർച്ച് 31st ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി കാണിക്കണം. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ആ മാർച്ച് 31st നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് 60,000 രൂപയാണ്. സെയിം ആയിട്ടുള്ള എൻട്രിയാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ കാണിച്ച എൻട്രി തന്നെ. 10,000 ഇൻറ്റു 100 അതിൻ്റെ 12%, ദെൻ 6/12 6 മാസം. നെക്സ്റ്റ് 6 മാസത്തിനുള്ള ഇൻട്രസ്റ്റാണ് ഈ 60,000. പക്ഷേ ഇവിടെ എന്തുകൂടി വരുന്നുണ്ട്? ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കുറക്കണം. കാരണം ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ബാങ്കിലേക്ക് പോകുന്നത് 54,000 ആണ്. 90,000 ഇൻറ്റു 100 ഇൻറ്റു 12/100 ഇൻറ്റു 6/12 90,000-ലുള്ള ഇൻട്രസ്റ്റാണ് ഇവിടെ ക്യാഷ് ആയിട്ട് പോകുന്നത്. അപ്പോൾ 90,000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 90,000 ഇൻറ്റു 100 ഇൻറ്റു 12/100 ഇൻറ്റു 6/12 54,000. ബാക്കി വരുന്ന 6,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആയിട്ട് പോകുന്നത്. 90,000 ഇൻറ്റു 100 ബാക്കി ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന 6,000 ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. ഓർ 90,000-ൻ്റെ 6% കണ്ടാലും മതി. ദെൻ 12% അടുത്ത മാർച്ച് 31st എൻട്രി 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. മാർച്ച് 31st നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തു. 96 വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 10,000 വെച്ച് 100 വെച്ച് 10 lakh വരേണ്ട ഡിബഞ്ചർ 1 lakh വരേണ്ട ഡിബഞ്ചർ ക്യാൻസലേഷന് വേണ്ടി നമ്മൾ 1 lakh ആണ്. 1,000 ഇൻറ്റു 96 ആണ്. അപ്പോൾ 1,000 ഇൻറ്റു 1,000 ഡിബഞ്ചേഴ്സ് 100 രൂപ ഉണ്ടായിരുന്ന ഡിബഞ്ചേഴ്സ് 96-നാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ 100 ഉണ്ടായിരുന്നത് 96 നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിയാൽ മതി. എന്നാൽ 4 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ 1 lakh എന്ത് ചെയ്യുക? ഇവിടെ കാണിക്കുക. ഇവിടെ 1 lakh കാണിക്കുക. 1,000 ഇൻറ്റു 100. ദെൻ ഓൺ ഡിബഞ്ചേഴ്സിൽ നമ്മൾ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 1,000 ഇൻറ്റു 96 ആണ്. 96,000. ദെൻ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 4,000.
ദ ക്യാൻസലേഷൻ ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ്ഡ് ഓൺ 30/9/2019 ആൻഡ് പ്രോഫിറ്റ് റെക്കഗ്നൈസ്ഡ് ഓൺ ക്യാൻസലേഷൻ. ഇതിന് അടുത്തതായിട്ട് വരുന്നത് പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. നമ്മുടെ 4000 രൂപ പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ടു ക്യാപിറ്റൽ റിസർവ് 4000. Then statement of profit and loss account debtor to debenture interest account. Statement of profit and loss account debtor to debenture interest account 1,20,000. അത് നമ്മുടെ നമ്മൾ 2 തവണ ആയിട്ട് ഒരു വർഷത്തിൽ കൊടുത്ത ഒരു 60,000 രൂപയും ഒരു 60,000 രൂപയും 60,000 രൂപയുണ്ട്. നമ്മുടെ ഡിബഞ്ചറിൻ്റെ 60,000 രൂപ അത് 1,20,000 നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് 2 തവണ ആയിട്ട് പേ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മുടെ 6,000 ഉണ്ടല്ലോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. നമ്മൾ തിയറിയിൽ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,000 നമ്മൾ ആ അക്കൗണ്ടിൽ എന്ത് ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സർപ്ലസ് ആയി ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക.